പുതിയ മാറ്റങ്ങൾ വരികയാണ്. സംസ്ഥാനത്ത് രാത്രി യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്കറിയാം അവർ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന്. നമ്മുടെ തെരുവുകളും യാത്രാ സംവിധാനങ്ങളും ഒന്നും അത്രമേൽ സ്ത്രീ സൗഹൃദമൊന്നും ആയിട്ടില്ല ഇതുവരെയും. നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വവും സൗകര്യപ്രദവുമായ രാത്രി യാത്ര ഉറപ്പുവരുത്തുന്നതിനുമായി പിങ്ക് ബസ് സർവീസ് UDF സർക്കാർ നടപ്പിലാക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കിയ പ്രിയദർശിനി പദ്ധതിക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾ. നമ്മുടെ ബസ് വന്നു, ഞാൻ കൈ കാണിക്കുന്നു, ഇവിടെ നിർത്തും. യെസ്, രാത്രി ആയതുകൊണ്ടാണ് തൽക്കാലം നമ്മുടെ പ്രൊഡ്യൂസർ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പിങ്ക് ഇത്തിരി പർപ്പിൾ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ രാത്രിയിൽ നമ്മളിങ്ങനെ കൈ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കും. മാത്രമല്ല ആ ബസ്സിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ പേടിയൊന്നുമില്ലാതെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതൊക്കെയാണ് പ്രിയദർശിനി പദ്ധതിക്ക് ലഭിച്ച മികച്ച പ്രതികരണത്തിന് പിന്നാലെയാണ് ഇങ്ങനെ പിങ്ക് ബസ്സുകൾ നമ്മുടെ നിരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ആദ്യഘട്ട സർവീസ് ആരംഭിക്കുന്നത്. പിങ്ക് ബസ് മോഡൽ നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കതിന്റെ വിശദാംശങ്ങളൊക്കെ നോക്കാം. ആദ്യം ഈ പദ്ധതി എന്താണ് എന്നും ലക്ഷ്യം എന്താണ് എന്നതും നമുക്കൊന്ന് പറഞ്ഞു തന്നെ തുടങ്ങാം. എന്താണ് ഈ പദ്ധതി? സാധാരണ സർവീസുകളിൽ നിന്ന് വ്യത്യസ്തമായി സ്ത്രീകൾക്കായി മാത്രം രൂപകൽപ്പന ചെയ്ത സർവീസാണ് പിങ്ക് ബസ്. വനിതാ യാത്രക്കാർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് നമുക്ക് നൽകുന്ന സംവിധാനം എന്താണ്? സർവീസ് എന്താണ്? സുരക്ഷിതമായ രാത്രി യാത്ര എന്നതാണ്. വനിതാ ജീവനക്കാർ കൂടി ആയിരിക്കും ഇതിലുണ്ടാവുക എന്നതും പ്രധാനമാണ്. അതിനായി വനിതാ ഡ്രൈവറും വനിതാ കണ്ടക്ടറും ഉൾപ്പെടെയുള്ള ജീവനക്കാരായിരിക്കും ബസ്സിലുണ്ടായിരിക്കുക. പിങ്ക് ബസ് സർവീസ് ആരംഭിക്കുന്നതോടെ രാത്രി വൈകിയും പൊതുഗതാഗതം ആശ്രയിക്കുന്ന സ്ത്രീകൾക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ സുരക്ഷിതമായും ഈ യാത്ര ചെയ്യാൻ കഴിയും എന്നതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ഇനി ഇത് എവിടെയൊക്കെയാണ് നടപ്പിലാക്കുക? ആദ്യഘട്ടം തിരുവനന്തപുരം നഗരത്തിലാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് ആ റൂട്ട് കൂടി എന്താണ് എന്ന് നോക്കാം. റൂട്ട് വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് ആണ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ട മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക്, ഉള്ളൂർ, ശ്രീകാര്യം, ടെക്നോ പാർക്ക്, കഴക്കൂട്ടം, ഈ റൂട്ടിലാണ് രാത്രി യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പിങ്ക് ബസ്സുകൾ എത്തുക. നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ്. കിഴക്കേക്കോട്ടത്ത് നിന്ന് പട്ടം, മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക്, ശ്രീകാര്യം, ഉള്ളൂർ, കഴക്കൂട്ടം. അപ്പോൾ കിഴക്കേക്കോട്ടയിൽ നിന്ന് കഴക്കൂട്ടത്തേക്കും നോക്കൂ. കഴക്കൂട്ടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ടെക്നോ പാർക്കൊക്കെ നിലനിൽക്കുന്ന ടെക്കികളൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. അവർക്ക് രാത്രി വളരെ സുരക്ഷിതമായി ആരെയും പേടിക്കാതെ കിഴക്കേക്കോട്ട പോലെയുള്ള ടൗൺ സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ കഴിയുന്ന സാഹചര്യമാണ്. ആദ്യഘട്ടത്തിലാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ യാത്രാ കോറിഡോറുകളിലൊന്നായ ഈ റൂട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. IT പാർക്കുകൾ, മെഡിക്കൽ കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ എന്നിവയൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ റൂട്ടിൽ രാത്രിയിലും നമുക്ക് സ്ത്രീകൾക്ക് ഏറെ യാത്രക്കാരുണ്ട്. നമുക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടാകും എന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം. കാരണം എന്താണ്? നോക്കൂ, IT പാർക്കുകളിലേക്ക് രാത്രി ഷിഫ്റ്റ് ഉണ്ടാകും എന്നതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലും ഒക്കെ ജീവനക്കാരുണ്ട്. അവർക്കൊക്കെ രാത്രി ഷിഫ്റ്റുകൾ ഉണ്ടാകും. IT പാർക്കിലും സ്വകാര്യ മേഖലയിലും ഒക്കെ രാത്രി ഷിഫ്റ്റുകൾ ഉണ്ടാകും. ആശുപത്രിയിൽ നമ്മുടെ നഴ്സുമാർക്കൊക്കെ അതുപോലെ രാത്രി ഷിഫ്റ്റുകൾ ഉണ്ടാകും. അവരൊക്കെ നിരവധി സ്ത്രീകളാണ് ഈ പിങ്ക് ബസ്സുകൾ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്. അവർക്ക് വലിയ ആശ്വാസമായിട്ടാണ് ഈ പ്രഖ്യാപനം വരുന്നത്. പ്രിയദർശിനി പദ്ധതിക്ക് ശേഷം സ്ത്രീകളുടെ പൊതുഗതാഗതം ഉപയോഗം വർദ്ധിച്ചതും രാത്രി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കണമെന്ന ആവശ്യവുമാണ് പിങ്ക് ബസ് പദ്ധതിയിലേക്ക് വഴിതെളിച്ചത് എന്നതും നമ്മൾ മറക്കരുത്. പിങ്ക് ബസിനും വൻ സ്വീകാര്യത ലഭിച്ചാൽ പദ്ധതി വ്യാപിപ്പിക്കുമോ എന്നതാണ് അടുത്ത ചോദ്യം. അത് എങ്ങനെയാണ് എന്ന് സർക്കാരാണ് നമ്മളോട് പറയേണ്ടത്. പദ്ധതിയുടെ ഭാവി എന്താകും, എവിടെയൊക്കെയാകും ഈ പദ്ധതി ഇനി വീണ്ടും ആവിഷ്കരിക്കുക എന്നതുകൂടി നമുക്കൊന്ന് നോക്കാം. സ്വാഭാവികമായും അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കൊച്ചിയാകും. തിരുവനന്തപുരം കഴിഞ്ഞാൽ അടുത്തൊരു പരീക്ഷണം നടത്തുക കൊച്ചിയാണ്. കൊച്ചിയിലും ടെക്കുകൾക്ക് കുറവൊന്നുമില്ല. കൊച്ചിയിലാണോ കോഴിക്കോടാണോ ഇനി മറ്റു നഗരങ്ങളിലൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാകുമോ എന്നതാണ്. എന്തുകൊണ്ടാണ് ടെക്കി എന്ന് വീണ്ടും ചോദിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഏറ്റവും കൂടുതലുള്ളത് അവർക്ക് തന്നെയാണ് എന്ന് തോന്നുന്നു. അതായത് രാത്രി നീണ്ടു നിൽക്കുകയാണെങ്കിൽ നഴ്സുമാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അവർക്ക് പുലർച്ചെ വരെയാണ് നീളുക. 12 മണിക്കൊക്കെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന ആളുകൾക്ക് വലിയ ഉപകാരമാകും എന്നുള്ളതാണ്. ഇൻഫോ പാർക്ക് പോലെ ഒട്ടേറെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന കൊച്ചിയുടെ എല്ലാ മേഖലകളിലും പിങ്ക് ബസ് സർവീസ് നടത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിക്ക് പിന്നാലെ കോഴിക്കോട്ടേക്കും പദ്ധതി നടപ്പിലാക്കും. അതിന് പിന്നാലെയോ അതിനോടൊപ്പമോ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിക്കാനാണ് സർക്കാർ നിലവിൽ ലക്ഷ്യമിടുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായ പൊതുഗതാഗതം ഉറപ്പാക്കാനുള്ള മറ്റൊരു ചുവടുവെപ്പിലേക്കാണ് നമ്മുടെ പിങ്ക് ബസ് സർവീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത്. രാത്രി യാത്ര കൂടുതൽ സുരക്ഷിതമാക്കുക മാത്രമൊന്നുമല്ല, കൂടുതൽ സ്ത്രീകളെ പൊതുഗതാഗത മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ ആരംഭിക്കുന്ന പരീക്ഷണം വിജയകരമായാൽ സംസ്ഥാനത്തെ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSRTC ഉള്ളത്. സർക്കാർ വിഭാവനം ചെയ്യുന്നത് പോലെ
പദ്ധതി നടപ്പിലാക്കപ്പെട്ടാൽ രാത്രികൾ ഭയമേതുമില്ലാതെ സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. സുരക്ഷിതമായ പൊതുഗതാഗത സംവിധാനമുണ്ടെങ്കിൽ ടാക്സികൾക്കും സ്വകാര്യ വാഹനങ്ങൾക്കും ആശ്രയിക്കേണ്ടി വരിക എന്നുള്ള ഒരു സാഹചര്യം കുറയും എന്നത് മാത്രമാണ് എന്നതും നമ്മുടെ മുന്നിലുള്ള ഒരു ലക്ഷ്യമാണ്. രാത്രിയാത്രയുടെ പുതിയ അധ്യായങ്ങളിലേക്ക് ഒന്നായി പിങ്ക് ബസ് മാറും. അതാണ് ഇനി നമ്മൾ അനുഭവിക്കേണ്ടത്. നോക്കൂ, ഇപ്പം 2012 നിർഭയ സംഭവം ഉണ്ടായല്ലോ. അതിനുശേഷമാണ് നമ്മൾ ഈ രാത്രി യാത്രകളെ കുറിച്ചൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്തു തുടങ്ങിയത്. എനിക്ക് ഓർമ്മയുണ്ട്, അതിനുശേഷം ഈ രാത്രി നടത്തം എന്നൊരു പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അങ്ങനെയാകുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ സംഗീത കോളേജിന്റെ അടുത്ത്, തിരുവനന്തപുരത്ത് സംഗീത കോളേജിന്റെ അടുത്ത് നിന്ന് KSRTC സ്റ്റാൻഡിലേക്ക്, തമ്പാനൂർ KSRTC സ്റ്റാൻഡിലേക്കൊക്കെ നിരവധി തവണ ഈ രാത്രി യാത്രാ നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ IAS ഓഫീസേഴ്സൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ നേരിട്ട് പോയി നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തൊരു സന്തോഷവും അഭിമാനത്തോടും കൂടിയാണെന്നറിയാമോ. ഈ രാത്രി എന്ന് പറയുന്നത് സ്വന്തമല്ലാത്തൊരു വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോഴും ആ രാത്രി യാത്രാ നടത്തം നടക്കുമ്പോഴും ഒരു കാര്യമുണ്ട്. ഈ തെളിഞ്ഞു നിൽക്കുന്ന മഞ്ഞ വെളിച്ചങ്ങൾക്കപ്പുറത്തുള്ള ഇരുട്ടുണ്ടല്ലോ, അവിടേക്ക് നോക്കുമ്പോൾ അവിടെ തങ്ങൾക്ക് ഇപ്പോഴും പ്രാപ്യമല്ല എന്നൊരു ഓർമ്മപ്പെടലുണ്ടാകും. അത് ഒരുമിച്ച് ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ്. അപ്പോഴും ആളുകളൊക്കെ നോക്കും, ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. ഒരു സ്ത്രീ രാത്രിക്ക് ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എന്തുകൊണ്ടായിരിക്കും, ഇപ്പോഴെങ്ങോട്ടായിരിക്കും, എങ്ങോട്ടായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിലെങ്കിലും ഉണ്ടാകാത്ത ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലം എത്ര സുന്ദരമായിരിക്കും അല്ലെ. എന്തായാലും നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് സൗകര്യപ്രദമായ സുരക്ഷിതമായ യാത്ര സ്ത്രീകൾക്ക് ഒരുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് സർക്കാരിന്റെ ഒരു നല്ല ചുവടുവെപ്പ് ഉണ്ടായിരിക്കുന്നു. നമുക്കതിൽ വലിയ അഭിമാനവും സന്തോഷവും രേഖപ്പെടുത്താം.